പ്രശാന്തേട്ട, ബംഗ്ലാദേശ് നമ്മളെ ഇങ്ങനെ നിരന്തരം ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ഭരണാധികാരികളൊക്കെ വന്നതിന് ശേഷം അവർക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ ചൊറിയാനുള്ള ഒരു കരുത്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ അവർക്കൊരു ചൊറിയണം എന്നുള്ള ഒരു ആഗ്രഹം, ഇന്ത്യയെ കയറി ചൊറിയണം, നിരന്തരം ആക്രമിക്കാനുള്ള ഒരു. അതെ, ഈ ബാധിച്ച മനുഷ്യരെ കണ്ടിട്ടില്ലയോ? ജോണിന്റെ ഇപ്പൊ നമ്മള് ജോണിന്റെ ദേഹത്തൊരു ബാധ കയറുമോ? അപ്പൊ ഈ ബാധ എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു ആളിന്റെ രൂപം പറയുന്നതും വിചാരിക്കുന്നതൊക്കെ വേറെ ഒരാളിന്റെ ആത്മാവ് കയറും. അപ്പൊ പിന്നെ ജോണിന്റെ കൂട്ടല്ല സംസാരിക്കുന്നത്, ജോണിന്റെ കൂട്ടല്ല പ്രവർത്തിക്കുന്നത്, ജോണി ചെയ്യുന്ന പോലെ ഒന്നുമല്ല. അപ്പൊ ആ കയറിയ ആളിന്റെ ഇപ്പം ബാധ ബാധിച്ചേക്കുക ബംഗ്ലാദേശിന്. അതുകൊണ്ടായി ഇന്ത്യയോട് യുദ്ധം ചെയ്യണമെന്നൊക്കെ തോന്നുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ബംഗ്ലാദേശിന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ബംഗ്ലാദേശിലെ കലാപത്തിന് ശേഷം ബംഗ്ലാദേശിന്റെ പോക്ക് നമ്മൾ ഇതുവരെയുള്ളത് പരിശോധിക്കുമ്പോൾ ബംഗ്ലാദേശ് കലാപം നടക്കുന്നു. നമ്മൾ പലവട്ടം പറഞ്ഞ ആ കലാപത്തിന്റെ ആവശ്യം സുപ്രീം കോടതി വരെ അംഗീകരിക്കുന്നു. അതിനുശേഷം പോട്ടെ, ആ കലാപത്തിന് കാരണക്കാരിയാണെന്ന് അവർ ഉണ്ടാക്കി വെച്ച ഒരു സ്ത്രീ, അവരൊന്നും അല്ല കാരണക്കാരി, കോടതിയുടെ വിധി വരാത്തതിന്റെ പ്രശ്നമായിരുന്നു, അവരും ഒഴിഞ്ഞു, അവർ എവിടെ നിന്ന് വിട്ടു. എന്നാൽ കലാപം ഒതുങ്ങണ്ടേ? വീണ്ടും കലാപം എങ്ങടെ പോയത്? അവിടുത്തെ ഹിന്ദുക്കളെ പീഡിപ്പിക്കുന്നതിന് ചർച്ചയായി ലോകം ഇടപാട് നടത്തിയപ്പോൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പുറമേ ഒരു തൊലിപ്പുറത്തൊരു ചികിത്സ പോലെ ഇവിടെ ഹിന്ദുക്കളെ പീഡിപ്പിക്കുന്നില്ല, അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് യൂനെസ് ഇടപെടുന്നു, ചർച്ചയാവുന്നു. അത് ഇപ്പോഴും ഹിന്ദുക്കൾ പീഡനം ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അതിനുശേഷം അതിർത്തിയിൽ സംഘർഷം ഉണ്ടാകുന്നു. നമ്മുടെ ഇങ്ങോട്ട് ചില പാലായനം എന്നുള്ള രീതിയിൽ കള്ളക്കടത്തുകാർ കയറാൻ ശ്രമിക്കുന്നു, ടെററിസ്റ്റുകൾ കയറാൻ ശ്രമിക്കുന്നു. ഇതിനെ വളരെ കൃത്യമായിട്ട് നമ്മൾ നിയന്ത്രിക്കുന്നു. ഈ നിയന്ത്രണത്തിന് ബംഗ്ലാദേശ് കുറ്റം പറയുന്നു. അതിനുശേഷം അതിർത്തിയിൽ ഒരു സംഘർഷം ഉണ്ടായി, പെൺകുട്ടി മരണപ്പെടുന്നു, എല്ലാം വേണ്ടി പറ്റും, അതിനെ ആക്ഷേപിക്കുന്നു. അപ്പം ഏത് വിഷയത്തിനെയും അവിടെ ഒരു വെള്ളം തുറന്നു വിട്ട് നമ്മൾ 7-8 ജില്ലകൾ മുക്കി ബംഗ്ലാദേശിന്റെ ആൾക്കാരെ കൊല്ലാൻ ശ്രമിക്കുന്നു പറഞ്ഞു. അപ്പം നിരന്തരം ഇതിനുശേഷം ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിന്ന ബംഗ്ലാദേശ്, അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഇന്ത്യയോട് താല്പര്യപ്പെട്ട് നിൽക്കുന്നതായിരുന്നു. ബംഗ്ലാദേശ് രൂപീകരണത്തിന് ശേഷമുള്ള, അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഷേഖ് ഹസീന എന്ന ഭരണാധികാരി, ഇന്ത്യയോട് ചേർന്ന് നിന്ന ഒരു ഭരണാധികാരി, അവരെ അട്ടിമറിച്ചതിന് ശേഷം ഒരു ഗവൺമെന്റ്, ഒരു പാവ ഗവൺമെന്റ്. ഈ അട്ടിമറിക്ക് പുറകിൽ 2 അഭിപ്രായം വരുന്നുണ്ട്. ഒന്ന് അമേരിക്കയാണെന്ന് വരുന്നു, ഒന്ന് ചൈനയാണെന്ന് വരുന്നു. എന്തുമായാലും അട്ടിമറിക്ക് പുറകിൽ വിദേശ ശക്തികളുണ്ട്. അപ്പം അവിടെ താല്പര്യത്തിനനുസരിച്ച്, അതായത് ഇന്ത്യയെ ചൊറിഞ്ഞ് ഇന്ത്യയിൽ നിന്നൊരു വിഷയം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ശ്രമിക്കുന്നത്. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഇന്ത്യയിൽ അകത്ത് പ്രശ്നം നമ്മൾ കഴിഞ്ഞ ഒരു ടോപ്പിൽ ചർച്ച ചെയ്തു. അതുപോലെ ഇന്ത്യയിൽ അതിർത്തി മൊത്തവും വിഷയമാണ്, അതിർത്തി രാജ്യങ്ങളെല്ലാം വിഷയം. നേരത്തെ ശ്രീലങ്കയിൽ വിഷയം ഉണ്ടാക്കി, നേപ്പാളിൽ വിഷയം ഉണ്ടാക്കി, പിന്നെ മറ്റേ മ്യാൻമറിൽ വിഷയം ഉണ്ടാക്കുന്നു. അതിനുശേഷം വേറെ ഒരു ഇതുണ്ടല്ലോ, മുസ്ലിം രാജ്യം മാലദ്വീപ് വിഷയം ഉണ്ടാക്കി. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ വീണ്ടും നമുക്ക് അനുകൂലമായിട്ട് കൊണ്ടുവന്നുവരിക്കും. നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്, അതായത് അവർക്ക് നമ്മളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ബംഗ്ലാദേശ് 4300 കിലോമീറ്റർ അതിർത്തിയുള്ള ഒരു രാജ്യത്ത് അരാജകത്വം സൃഷ്ടിച്ച് പാകിസ്ഥാൻ എന്ത് ഇന്ത്യയോട് കാണിക്കുന്നോ അതിങ്ങോട്ട് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പാകിസ്ഥാൻ ജമാഅത്ത് ഇസ്ലാമിയും ISSഉം കൂടി അമേരിക്ക സഹായിച്ചതാണെന്ന് പറയുന്നു. പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമിയാണല്ലോ ഇതിന്റെ പുറകിൽ കളിച്ചത്, ISSഉം ഉണ്ടല്ലോ. അവർ ഇവിടോട്ട് വന്നിട്ട് ഈ ഒരു പാവ ഗവൺമെന്റ്, അന്ന് ജോണിന് ഓർമ്മയുണ്ടാവും, ആ ഗവൺമെന്റ് അട്ടിമറിക്കപ്പെടുന്ന സമയത്ത് അവിടുത്തെ പട്ടാള മേധാവി പറയുന്നു അടുത്തത് പട്ടാള ഭരണമാണെന്ന്. അയാളുടെ പേര് വക്കാർ ഉസ്മാൻ, അല്ലേ? വക്കാർ ഉസ്മാൻ പറയുന്നു. പക്ഷേ നിമിഷ നേരം കൊണ്ട് അവിടെ ഒരു താൽക്കാലിക പ്രധാനമന്ത്രി അല്ലെങ്കിൽ സംവിധാനം വരും, അത് മുഹമ്മദ് യൂനസ്. അപ്പം ഇതിനകത്ത് ചൈനയുടെ താല്പര്യം, നമ്മൾ നേരത്തെ നമ്മൾ ഇന്ത്യ അവിടെ ഒരു ചെറിയ മുന്നറിയിപ്പ് കൊടുത്തെന്നാണ് പറയുന്നത്. നിങ്ങൾ ചൈനയ്ക്ക് സ്വാധീനമുള്ള ഒരു സൈനിക മേധാവിയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചൈനയുമായിട്ട് അപ്പോൾ ചൈനയ്ക്ക് ഈ സൈനിക മേധാവിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അട്ടിമറിക്കപ്പെടുമ്പോൾ അതിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അറിയാൻ പറ്റത്തില്ല ആരൊക്കെയാണ്. ചൈന ഇടപെടുന്നുണ്ടായിരുന്നു, അമേരിക്ക ഇടപെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് വളരെ സ്വാധീനത്തോടു കൂടി ഇടപെട്ട ആൾ അമേരിക്ക തന്നെയാണെന്ന് ഇവരുടെ ഭരണമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ചൈന ആയിരുന്നെങ്കിൽ അവിടെ പട്ടാള ഭരണം വന്നേനെ. ഒക്കെ ഭരണത്തിൽ വരാൻ ശ്രമിക്കുന്ന സമയത്താണ് അവിടെ ഭരണാധികാരി വരുന്നു. അപ്പോൾ അതിനെ ചെറുക്കാൻ പറ്റാത്തോണമുള്ള
ആളായിരിക്കുമല്ലോ അവിടെ അയാളെ കോപ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുഹമ്മദ് യൂനുസ് എന്നല്ലേ അയാളുടെ പേര്, അത് മുഹമ്മദ് യൂനുസ് അദ്ദേഹത്തെ കോപ്റ്റ് ചെയ്തു. അപ്പം അമേരിക്കയുടെ പാവ ഗവൺമെന്റ് വരുന്നു. ഈ ഗവൺമെന്റ് ആണ് അതായത് അമേരിക്ക നോബൽ സമ്മാന പ്രൈസ് കൊടുത്തത്, അതായത് ലോക സമാധാനത്തിനുള്ള പ്രൈസ് കൊടുത്ത ആളാ. ഇപ്പം ഈ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുപിടിച്ച് ഉള്ള തീവ്ര നിലപാടുള്ള ഭീകരന്മാരെ മൊത്തം ജയിലിൽ തുറന്നു വിട്ട് അവരുടെ ഉപദേശം അനുസരിച്ച് ഒരു രാജ്യം ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അമേരിക്ക ഈ ഇത്തരത്തിലുള്ള ലോക സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊടുത്ത ആളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കി, ശരിയും യാഥാർത്ഥ്യവും അല്ലെങ്കിൽ ഇതും തമ്മിലുള്ള വ്യത്യാസം. ലോക സമാധാനത്തിന് വേണ്ടി നോബൽ സമ്മാനം കിട്ടിയ ഒരാൾ ലോകത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളിനത് കൊടുക്കുക, അയാളെ ഇപ്പം അമേരിക്ക കൊണ്ടുവന്നത് ഇതാക്കുക. അപ്പം ഞാനീ പറഞ്ഞു വന്നത്, ബംഗ്ലാദേശിൽ അടിക്കടി ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ നിൽക്കുന്നതിന് കാരണം എന്താണ്, ആരാണെന്നറിയാമോ? അമേരിക്കയാണ്. അതിൻ്റെ പുറകിൽ ചൈനയുണ്ട്. കാരണം ഇന്ത്യയുടെ എക്കണോമി, അതിനകത്ത് ഇന്ത്യയുടെ എക്കണോമിക്കകത്ത് യുദ്ധം വരണമെങ്കിൽ ഇന്ത്യ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്കകത്ത് ആഭ്യന്തര കലഹം ഉണ്ടാവണം, അല്ലെങ്കിൽ ഇന്ത്യ വേറൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അപ്പോൾ ഇപ്പം പാകിസ്ഥാൻ നമ്മുടെ കാശ്മീരിൽ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ നമ്മൾ തരണം ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിയുള്ള അതിർത്തി രാജ്യങ്ങൾക്ക് അതിനുള്ള കരുത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ അഗ്നി 4 മിസൈൽ വരെ പരീക്ഷിച്ചു. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ആഭ്യന്തരമന്ത്രി പറയുകയും ചെയ്തു, നമ്മൾ യുദ്ധസജ്ജമായിട്ട് അല്ലെങ്കിൽ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാവണം. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ മാക്സിമം യുദ്ധം ഒഴിവാക്കി പോകാനാണ് ശ്രമിക്കുന്നത്. അതായത് നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത്, നമ്മളുടെ ലക്ഷ്യത്തിലേക്കുള്ള പോക്കിന് തടസ്സം നിൽക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പം പശ്ചിമ ബംഗാൾ വരെ അട്ടിമറിച്ച് ഇന്ത്യയെ യുദ്ധത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പശ്ചിമ ബംഗാളിനെ കൊണ്ടിലെ ചൊറിയിച്ചോണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് പശ്ചിമ ബംഗാളിനേക്കുള്ള അല്ല, ബംഗ്ലാദേശിനെ പറ്റി. അപ്പം നമുക്കിത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ പറയത്തില്ലേ, ഓലപ്പടക്കം പോലെ നമ്മുടെ 2 മിസൈലുകൾ പോയാൽ തീരാവുന്നതേ ഉള്ളൂ ഈ ബംഗ്ലാദേശ്. നമ്മുടെ 10-7 പട്ടാളം പോലും നമ്മുടെ BSFന്റെ അടുത്ത് പോലും പിടിച്ചു നിൽക്കുന്നില്ല. പക്ഷേ ഒരു യുദ്ധം ഉണ്ടാക്കി, കാരണം അവിടെ മുഴുപട്ടിണിയും മതരാഷ്ട്രമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം കൊടി മാറ്റാൻ പറഞ്ഞു, ദേശീയഗാനം മാറ്റാൻ പറഞ്ഞു. കാരണം ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അടുത്ത നീക്കങ്ങളാ, കൊടി വേണ്ട, അത് നമ്മുടെ മതചിഹ്നങ്ങളില്ല, ദേശീയഗാനം ടാഗോർ ആണെന്നുള്ള ദേശീയഗാനം, ആ ദേശീയഗാനം വേണ്ട, അതിനകത്ത് ബംഗാൾ ഉണ്ടെന്ന്. അപ്പൊ ഇതെല്ലാം മാറ്റി ഒരു മത രാജ്യമാക്കി അഫ്ഗാനിസ്ഥാന് ശേഷം ജമാഅത്ത് ഇസ്ലാമി ഭരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇത് മാറും. അത് അവിടെ പിന്നെ പട്ടിണിയും പരിവട്ടവും ഉണ്ടായാലേ ഈ മതത്തെ വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അവർക്ക് മാത്രം ഭക്ഷണം കഴിച്ചാലും സൂചിച്ചാലും മതിയല്ലോ. അതാണല്ലോ ഈ മത തീവ്രവാദികളുടെ നേതാക്കളുടെ ഒരു ശൈലി. ആ ശൈലിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇന്ത്യ അപ്പം ആ നേതാക്കന്മാരെ നയിക്കുന്നത്, അവരെ നിലനിർത്തുന്നത് ആരാണോ അവർക്ക് വേണ്ടി പണിയുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇത് മനസ്സിലാക്കിയാണ് നമ്മൾ യുദ്ധത്തിന് വേണ്ടി ഇപ്പോൾ അവിടെ ബംഗ്ലാദേശിൽ കയറി നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് പൂർണ്ണമായിട്ടില്ല. അപ്പോഴത്തേന് ബാക്കി രാജ്യങ്ങൾക്ക് ഇടപെടാം. മാത്രമല്ല വേറെ ചില താല്പര്യം കാര്യങ്ങൾ ആയിരിക്കുന്നുണ്ട്. ഇവരെ വിട്ടുകൊടുക്കണം, നയതന്ത്ര അത് ഒരു ഇടപെടിയിലിന് വേണ്ടി അവയ്ക്കുള്ള ഇവരെ ഇവിടെ നിലനിർത്തിക്കൊണ്ടുപോയാൽ രാജ്യത്തിന് ഇടപെടാം. ലോക നിയമങ്ങൾ അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള നിയമത്തിന് ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ അപ്പം നമുക്ക് അപ്പം നമ്മളെ പലതിനകത്തും നിരോധിക്കാം. നമ്മുടെ പല രാജ്യങ്ങളും അല്ലെങ്കിൽ ഇപ്പം റഷ്യ ഉപരോധമില്ലേ, ഉപരോധം ഇപ്പൊ ഈ പല രീതിയിൽ നോക്കുന്നുണ്ട്. കാരണം ഇതിനെയെല്ലാം മറികടന്ന് ഒരിടത്ത് പ്രശ്നം ഉണ്ടാവും, മറ്റ് രാജ്യങ്ങളിൽ പോയി നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കി ഇതിനെയെല്ലാം അതിജീവിച്ച് വരുന്ന ഒരു പ്രധാനമന്ത്രിയും ഒരു ഭരണകൂടവും സംവിധാനവും ഒക്കെ ഉണ്ടായിട്ടാണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വിചാരിക്കും, ഇവൻ 2 അടിയും കൊടുത്താൽ 2 മിസൈലും കിട്ടാലെന്താ, അല്ലെങ്കിൽ പാകിസ്ഥാനെ എന്താ കയറി അടിക്കണ്ടേ, നമ്മളെന്തിനാ പേടിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അല്ലെ. ഇത് രാജ്യങ്ങൾ നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിന് ഇപ്പം ഈ യുദ്ധം എന്ന് പറഞ്ഞാലേ പണ്ടൊക്കെ ആയിരുന്നു ഈ മിസൈലുകൾ കൊണ്ടുള്ള യുദ്ധം. ഇപ്പം അങ്ങനത്തുള്ള യുദ്ധങ്ങളല്ല, ഇതുപോലുള്ള ഓപ്പറേഷൻസ്, കലാപങ്ങൾ, അട്ടിമറികൾ എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ ഏത് രാജ്യത്തിനായാലും ആ രാജ്യത്തിന് സമ്പത്തില്ലെങ്കിൽ ആ രാജ്യത്തിന് ഗ്രോത്ത് ഇല്ല, ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം ആ സാമ്പത്തികമായിട്ട് വളരെ 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 വേഗത്തിലാണ് ഇന്ത്യയുടെ പോക്ക്. അതിനുവേണ്ടിയാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. കഴിഞ്ഞ ആഗസ്റ്റ് 15 അത് തന്നെയാണ് പറഞ്ഞത്. ഇത് വളരെ കൃത്യമായിട്ട് അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒക്കെ അറിയാം. ഒന്നുകിൽ ചൈനയ്ക്ക് അറിയാം, ചൈനയെ മറികടക്കാം. അമേരിക്കയെ മറികടക്കാൻ നമുക്ക് അടുത്ത കാലത്ത് അങ്ങനെ സാധിക്കത്തില്ലെങ്കിലും നമ്മൾ ഏറ്റവും വലിയൊരു കമ്പോളമാണ്. ആ കമ്പോളത്തെ അവരൊക്കെയാണ് ഇപ്പം പല വട്ടങ്ങളും നമ്മുടെ രാജ്യത്ത് നിയന്ത്രിച്ചുകൊണ്ട് അത് നമ്മുടെ നിയന്ത്രണത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അല്ല നമുക്കിവിടെ ഈ രാജ്യത്ത് ബിസിനസ് ചെയ്യണമെങ്കിൽ ഇവിടെ തുടങ്ങണമെന്ന് പറയുന്നു.
അല്ലെങ്കിൽ ഇവിടെ വരണമെന്ന് പറയുന്നു. നമ്മളുടെ നിയമങ്ങൾ കയറ്റുമതി ഇറക്കുമതിക്ക് അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങളുടെ പാലിക്കണമെന്ന് പറയും. ഇതുവരെ അമേരിക്ക ഇന്നത് ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ. ഇപ്പം രാജ്യങ്ങളുടെ താല്പര്യമല്ല, നമ്മുടെ താല്പര്യത്തിനനുസരിച്ചുള്ള നിയമങ്ങൾ, വ്യവസായങ്ങൾ അല്ലെങ്കിൽ കരാറുകൾ ഒക്കെ ഉണ്ടായി ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് പോകുന്നു. അതിനെ മറിച്ചിടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഇപ്പൊ ബംഗ്ലാദേശിനെ അകത്ത കലാപത്തിന് ഉരുത്തിരിച്ച് നിർത്തിയിട്ടുണ്ട്. അതൊരു പരിധിവരെ നടന്നിട്ടില്ല. അതും സജ്ജമായി നിർത്തി, വെളിയിൽ നിന്നുള്ള കലാപം സജ്ജമായി നിർത്തി. അതായത് ബംഗ്ലാദേശ്, ബംഗ്ലാദേശ് ഏത് സമയവും നമ്മളോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി തന്നെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അത് അവരല്ല അതിന് തയ്യാറായി നിൽക്കുന്നത്, അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് വേറെ ചില ആൾക്കാർ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് നമ്മളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയല്ല, നമ്മളുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നതിനും നമ്മുടെ മുമ്പോട്ടുള്ള പോക്കിന് തടസ്സമാകുന്നതിനും തടസ്സം ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യ കരുതലോടെ മുന്നോട്ട് നീങ്ങുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.